അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ. ഞാനിപ്പോ കൊണ്ടുവരാം. വേഗം വേഗം പറഞ്ഞു കേട്ടോ. അവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങളെങ്ങോട്ടാണ് പോണത്? ഇതാന്ന് രണ്ടാൾക്കാർ പിന്നെ ഇതെന്താണ് പന്നി കുട്ടികളോ? എന്റെ പൊന്നും ചങ്ങായിമാരെ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ തെരഞ്ഞെടുത്ത് നടന്ന് മതിയായി. എന്താ കാര്യം കുന്തോ? ഏതായാലും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ട് വളരെ നന്നായി. ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പഴയ അമ്മാവനല്ല. അയ്യോ, പഴയ അമ്മാവൻ എന്ത്? പഴയ അമ്മ കുവൈത്തിലേക്ക് പോയിക്കണ്. യുദ്ധത്തിന് വെടിയൊക്കെ മൂപ്പരാണ് അങ്ങോട്ട് വിളിച്ചിക്കണ്. എടോ പഴയ അമ്മാവൻ തന്നെയാണ് അമ്മായി ആയിട്ടില്ല. പക്ഷെ എന്താണ് സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. മൂപ്പര് സോപ്പിട്ട് നിന്നാല് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഒന്ന്, അമ്മാവൻ വിളിക്കുമ്പോ ഓടി ചാടി കയറി അങ്ങോട്ട് ചെന്നേക്കരുത്. അത് അമ്മാവന് ഇഷ്ടല്ല. രണ്ട്, അമ്മാവന്റെ കൂടെ ഇരിക്കരുത്. മൂന്ന്, കഴിയുന്നതും അമ്മാവനെ കാണാതിരിക്കുക. അയ്യോ, രണ്ടും കൂടി പന്ത്രണ്ട് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണേ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാത്ത ഇവരോടാണ് ഈ പാട്ട് പാടി മനസ്സിലാക്കുന്നത്. കൊടുക്ക നമ്മൾ പറഞ്ഞുതരാം. അധ്വാനിക്ക, അതായത് നയിക്ക. നമ്മൾ രാവും പകലും കൈക്കോട്ടെടുത്ത് പറമ്പിൽ കിളയ്ക്കുക, മതിൽ കെട്ടുക, മതിൽ പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക. ഇങ്ങനെ ആകുമ്പോ എന്താവും? അമ്മോൾ സന്തോഷാവും. സന്തോഷായ നിങ്ങൾ ഗോളടിച്ച് സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടുമെന്നോ? എന്താ ഇവിടെ കിട്ടുമെന്നോ? അതിനാണ് ഞാൻ രാവും പകലും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചത്. ഇതിന് മൂപ്പര് ഉലക്കാൻ വിളിച്ച് നോക്കി കിട്ടുമെന്നോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ വാപ്പാനെ കയറി പട്ടിന്ന് വിളിച്ചോ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇയാളുടെ വാപ്പനെ പട്ടി നോക്കുന്ന കാര്യോ? അല്ലടോ, സ്വത്തിന്റെ കാര്യം. ഇയാൾ എന്താ ആലോചിക്കണേ? സ്വത്തിന്റെ കാര്യം തന്നെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണേ? ഞാൻ തന്റെ വാപ്പനെ പട്ടിന്ന് വിളിക്കുന്ന കാര്യം ആലോചിച്ചതാ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. ബാപ്പന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി. ആ കുട്ടികൾ അവിടെ കിടന്നിട്ട് അധ്വാനിച്ചോട്ടെ. നിങ്ങൾക്ക് ഗുളിക ഓടിക്കേണ്ട സമയമുണ്ട് കേട്ടാ. അങ്ങോട്ട് നടക്ക്, ഞാൻ കാണിച്ചത്. നടക്ക്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമുള്ള നമ്മുടെ സ്വത്ത് ഉടനെ രജിസ്റ്റർ ചെയ്ത് രാകേഷിന്റെയും രമേഷിന്റെയും പേരിലാക്കണം. അത് ഉടനെ വേണോ? സ്വന്തം കാലിൽ നിക്കാറായിട്ട് പോരെ? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവര് ചെറിയ കുട്ടികളല്ലേ? അല്ലേ? അത് ഇവിടെ പറയും. അല്ലേ? എന്തായാലും ശരി, അവരെന്റെ അനന്തരവന്മാരാണ്. അവരുടെ സ്വത്ത് അവർക്ക് കൊടുത്തേ മതിയാവും. എനിക്കാണെങ്കിൽ വയസ്സായി. ഇനി അവര് സ്വന്തമായി കൈകാര്യം ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വെള്ളം വേണം? വേണ്ട 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 വേണ്ട, വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട. ഒരു പങ്ക് കൂടെ വേണം. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ കേട്ടാ. ഇനി ഭാഗം വെപ്പും രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് പിന്നെ ആവാം. എന്തോന്ന് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമണല ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടലിൽ എന്തായാലും വട്ടളവോ? എന്റെ പൊന്നും കോശ, കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് നമ്മൾ ഒന്ന് കഴിച്ചിട്ടായിരുന്നു. എടാ കുഞ്ഞു മുഹമ്മദേ, കഞ്ഞി എന്തേ അല്പ സ്വല്പാണെങ്കിൽ സാരില്ലായിരുന്നു. ഇത് രൂപ 85,000 അല്ലേ? എന്നാ അതിന്റെ അർത്ഥം 85,000 രൂപ നീ പോക്കറ്റിലാക്കിന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കടാ. ആ തന്നെ, അതിന്റെ പോക്കറ്റിലായി പോയതാ. എന്റെ ദൈവമേ, ഒരു
സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ് അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എന്താണ് ഘോഷ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു നോക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. അല്ലെ അന്റെ പോരല്ലേ ഇമ്മാതിരി ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇല്ലെന്നേ. ഇല്ല. ഉമ്മക്കാരൻ. കരളേ എന്റെ കരളിൽ അല്ല ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്ക. ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്. അതെ, അവനെവിടെ? ഇവിടെ അരേടി രമേശ് അല്ലേ? അവര് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ആ ഇളകാറ ചെയ്തിട്ടാ വേദന. ആ എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും. തീർച്ചയാ. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കിവിടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ. ഞാൻ പോവാ. ഇവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതെ 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 പോണം, അതെ പോണം, അതെ പോണു, അതെ പോണ. അല്ലോ ഉടന്ന മണ്ണിലാകെ നെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്. പൊന്മേറ്റിലെ ഉടന്ന മണ്ണിലാകെ നെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്. പുലരിക്കുയിലിൻ കളിവീണകളിൽ കളമഞ്ചരികൾ വീട്ടി വന്നു ഹേമന്തം. കതിരോലകൾ തൻ മണിമഞ്ചലുമായി പൂവാടികളിൽ പാടി വന്നു വിൺമോഹം. പൊന്മേറ്റിലെ ഉടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്.